നല്ല മയമുള്ള മൊരിഞ്ഞ ബൺദോശയും ടൊമാറ്റോ ചട്നിയും തയ്യാറാക്കാം. മിക്സിയുടെ വലിയ ബൗളിൽ 1 കപ്പ് റവ, 1 കപ്പ് തൈര്, 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് അടച്ച് ഒരു വലിയ ബൗളിൽ ഒഴിക്കാം. പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ കടുക്, 1 ടേബിൾ സ്പൂൺ കടുക് പരിപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 സവാള, 2 പച്ചമുളക് ഇവ പൊടിയായി അരിഞ്ഞതും കറിവേപ്പിലയും അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റി അരച്ച മാവിലേക്ക് ചേർത്ത് ഇളക്കി ഉപ്പും മല്ലിയില അരിഞ്ഞതും ചേർത്ത് ഇളക്കി വയ്ക്കാം. ചട്നി തയ്യാറാക്കാൻ അതേ പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി അല്ലി, 1 സവാള അരിഞ്ഞത്, വറ്റൽമുളക്, ചെറിയ കഷ്ണം പുളി, കറിവേപ്പില, 2 തക്കാളി ഇവ അരിഞ്ഞതും ചേർത്ത് വഴറ്റി തണുക്കുമ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ചട്നി റെഡി. ഇനി നല്ല കുഴിവുള്ള തടുക്കാപ്പാനിലോ പാലപ്പച്ചട്ടിയിലോ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം.